അങ്ങനെ മന്നത്ത് പത്മനാഭൻ ആചാര്യന് ഡൽഹിയിൽ ഒരു സ്മൃതി മണ്ഡപം വരുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ എടുത്തിരിക്കുന്ന നല്ലൊരു തീരുമാനം, അത് കേട്ടപ്പോൾ ശരിക്ക് രോമാഞ്ചം ഉണ്ടായി എന്ന് തന്നെ പറയാം. എല്ലാവർക്കും, നായർ മുതൽ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും വന്ന് തൊഴാം, പുഷ്പമർപ്പിക്കാം. എത്ര മനോഹരമായ തീരുമാനം! ഇങ്ങനെ ഒരു തീരുമാനം എന്നാണ് പെരുന്നയിലെ പോപ്പ് എടുക്കുന്നത്? NSSൻ്റെ സ്വത്തല്ല, NSSൻ്റെ മാത്രം സ്വത്തല്ല. നിങ്ങൾ അഹങ്കരിച്ചോളൂ, നിങ്ങളുടെ സമുദായത്തിൽ ജനിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കാം. പക്ഷെ അപ്പോഴും അച്ഛൻ ഏത് സമുദായം, അമ്മ ഏത് സമുദായം എന്നൊക്കെ മനസ്സിലാക്കിക്കോണം. അപ്പം അങ്ങനെ ഞാനത് ആചാര്യനെ ഒരിക്കലും തെറ്റ് പറയാനോ കുറ്റം പറയാനോ അദ്ദേഹം ഏത് സമുദായത്തിൽ ജനിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. കാര്യം അദ്ദേഹം ആചാര്യനാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും അച്ഛനും അമ്മയും രണ്ട് ജാതിയിൽപ്പെട്ടവരാണല്ലോ. അന്ന് ആ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണ്. ഇന്നത്തെ പോലെയല്ല, കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇന്നും ജാതിയൊക്കെ മാറി വിവാഹം കഴിക്കും, പക്ഷേ ഏതെങ്കിലും ഒരു ജാതിയായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ജാതി ഇല്ലാന്ന് കണക്കാക്കും, അങ്ങനെയുണ്ട്. അതുകൊണ്ട് ജാതിയല്ല ഞാനീ പറഞ്ഞത്. നായർ സർവീസ് സൊസൈറ്റിയുടെ പെരുന്നയിലെ മന്നത്ത് പത്മനാഭൻ അവരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന്, ഗവർണറാകുന്നതിന് മുമ്പ് പുഷ്പാർച്ചന നടത്തണമെന്ന് NSS കരയോഗത്തിൽ പ്രവർത്തിക്കുന്ന നായർ സമുദായത്തിൻ്റെ കരയോഗ മെമ്പറായിട്ടുള്ള ഡോക്ടർ CV ആനന്ദബോസിന് തോന്നി. അദ്ദേഹത്തിന് അതിന് അനുവാദം കൊടുക്കണ്ടേ? തിരിച്ചാണ് ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹം ഇങ്ങനെ ഗവർണറാകുമെന്ന് പത്രത്തിൽ കാണുമ്പോൾ അങ്ങോട്ടാണ് വിളിക്കേണ്ടിയിരുന്നത്. ഒരാശംസ പറയുകയും, ഒരു നായർ എന്നുള്ള നിലയിൽ നിങ്ങൾ ഏത് പാർട്ടിയിൽപ്പെട്ടെങ്കിലും ഗവർണറായല്ലോ ആനന്ദബോസ് സാറെ, നിങ്ങളെ ഒരു ദിവസം മന്നത്ത് ആചാര്യൻ്റെ മണ്ഡപത്തിൽ വന്ന് പുഷ്പാർച്ചന നടത്തി ഒരു അനുഗ്രഹം കൂടെ വാങ്ങിച്ചുകൊണ്ട് പോണേ എന്ന് അങ്ങോട്ട് പറയുമ്പോഴാണ് നമ്മുടെ പെരുന്ന പോപ്പ് സുകുമാരൻ നായർ അടുത്ത ആചാര്യനാകുന്നത്. മന്നത്താചാര്യനെ കഴിഞ്ഞിട്ട് എത്രയോ മഹാരഥന്മാർ, PK നാരായണ പണിക്കർ അടക്കമുള്ള മഹാരഥന്മാർ ഇരുന്ന പദവിയാണ്. അവിടെയാണ് ആനന്ദബോസ് വന്നിട്ടും, അല്ലെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടാണോ വന്നിട്ടാണോ അതിൽ തർക്കമുണ്ട്. വരാമെന്ന് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നു, വന്നു എന്ന് പറയുന്നു. ആനന്ദബോസ് ചെല്ലു പറയുന്നു, അദ്ദേഹം ചെന്നു. സുകുമാരൻ നായർ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല, അൾഷിമേഴ്സ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ, പിന്നെ അത് മാറ്റിയെടുത്തതാണ്. എന്തായാലും വളരെ മോശമായിപ്പോയി നാട്ടുകാരുടെ ഇടയിൽ. ഇത് അദ്ദേഹം ഡൽഹിയിലെ NSSൻ്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഡൽഹി ശാഖയുടെ മീറ്റിങ്ങിൽ പറയുകയും അദ്ദേഹത്തിൻ്റെ ആദ്യ ശമ്പളം കൊടുക്കാമെന്ന് പറയുകയും 6 മാസത്തിനകം ഡൽഹിയിൽ മനോഹരമായ സ്മൃതി മണ്ഡപം ഉണ്ടാവുകയാണ്. ഈ സ്മൃതി മണ്ഡപം ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ ഒരു ന്യൂസ് എന്നുള്ള നിലയിൽ. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു മൂല്യം കൂടുന്നത് എല്ലാവർക്കും പോയി പുഷ്പാർച്ചന നടത്താൻ കഴിയുന്ന രീതിയിൽ ഒരു നവോത്ഥാന നായകനായിട്ടോ അല്ലെങ്കിൽ വേറൊരു ജീവനായിട്ട് അവർ ഡൽഹിക്കാർ കാണുന്നു എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര അടിയാണ് സുകുമാരൻ നായർ ചെവിക്കാട്ടിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന പോലെ. ഒരിക്കലും ഞാൻ സുകുമാരൻ നായർ എന്ന് പറയുന്ന ആളിനോട് എനിക്ക് വലിയ റെസ്പെക്റ്റാണ്, ബഹുമാനമാണ്. കാരണം അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ നേതാവ് എന്നുള്ളതിനപ്പുറം മന്നത്താചാര്യൻ ഇരിക്കുന്ന പെരുന്നയിലെ ആസ്ഥാന മന്ദിരത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു സ്ഥലമാണ്. അത് കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും പുണ്യമായൊരു ഭൂമിയാണ് അവിടെ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആചാര്യൻ ഇരിക്കുന്ന സ്ഥലത്തിരിക്കുന്ന ആചാര്യൻ്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ട് വരുന്ന ഏതൊരു വ്യക്തിയെയും അദ്ദേഹം എന്ത് കാണിച്ചാലും അദ്ദേഹത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ആ എല്ലാ റെസ്പെക്റ്റും ഇതിനകത്തുണ്ട് എനിക്ക്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ പറയാതിരിക്കാൻ കഴിയില്ല. വെള്ളാപ്പള്ളി നടേശനെ നോക്കൂ, ഒരു കേസ് അവസാന കാലത്ത് അദ്ദേഹത്തിന് പാരമ്യത്തിലെത്തിയിട്ടാണ് കേസ് വന്നത്. ഒരുപക്ഷെ പത്മഭൂഷൺ കിട്ടുന്നതിന് മുമ്പ് കേസ് വന്നെങ്കിൽ, അല്ലെങ്കിൽ പത്മശ്രീ കിട്ടുന്നതിന് മുമ്പ് കേസ് വന്നെങ്കിൽ കുറച്ചുകൂടി ഇതാണ്. പക്ഷേ ഇത് ഏറ്റവും പാരമ്യത്തിലെത്തിയതിന് ശേഷം കേസിന് വിധി വരുന്നു, അദ്ദേഹം പുറത്താകുന്നു, ജപ്തി വരുന്നു. വളരെ വളരെ വിഷമം പിടിച്ച പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഇതുപോലെ താങ്കളുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു അമരത്തിരിക്കുന്ന താങ്കൾ ഇത് കാണാതെ പോകരുത്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ഒരു വീഴ്ച അല്ലെങ്കിൽ ഈ ഒരു കുറവ് അല്ലെങ്കിൽ ഈ താഴോട്ട് പോക്ക് താങ്കൾ കാണാതിരിക്കരുത്.
സമുദായമാണ് താങ്കളെ നേതാവാക്കിയത്, സമുദായമാണ് പണം തരുന്നത്, ആ സമുദായത്തിൻ്റെ ആചാര്യനാണ് മന്നത്ത് പത്മനാഭൻ. ഞാൻ ശരിക്കു പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ചങ്ങനാശ്ശേരി വഴി യാത്ര ചെയ്യാറുണ്ടായിരുന്നു, ഞാൻ സർവീസിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പ്രാവശ്യം മന്നത്ത് പത്മനാഭൻ്റെ ആചാര്യൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പോയി ഒരു നിമിഷം നിൽക്കുകയും ഒന്ന് കണ്ണടച്ച് നിൽക്കുകയും കുറച്ച് പുഷ്പം അർപ്പിക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. പക്ഷേ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട, ഞാൻ നായർ സമുദായത്തിൽപ്പെട്ട ആളല്ലല്ലോ, പിന്നെ അവിടെ ചെല്ലുമ്പോൾ ജാതി ചോദിച്ചാലോ അല്ലെങ്കിൽ ഏത് കരയോഗം എന്ന് ചോദിച്ചാൽ ഞാൻ വട്ടായി പോവും, എനിക്ക് കരയോഗമില്ല. അതേസമയം കരയോഗത്തിലുള്ള ഗവർണറാകാൻ പോകുന്ന CV ആനന്ദബോസിനെ നിങ്ങൾ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ മറ്റ് സമുദായത്തിൽപ്പെട്ടവരോ കരയോഗത്തിലില്ലാത്തവരോ അവിടെ വന്നാൽ നിങ്ങൾ ഇറക്കി വിടും, അല്ല സ്മൃതി മണ്ഡപം തുറന്നു കൊടുക്കത്തില്ല. സ്മൃതി മണ്ഡപം എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം നിശ്ചയിക്കുകയും താല്പര്യമുള്ള എല്ലാവർക്കും അതൊരു കൗതുകം കൂടെയാണ്. ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു, ആ മനുഷ്യൻ എന്തൊക്കെ ചെയ്തു വച്ചിട്ട് പോയി. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തി, വിളംബരത്തിൻ്റെ കാരണഭൂതനായി സവർണജാഥ നടത്തി, നായർ സമുദായത്തിനകത്ത് വലിയ നവോത്ഥാനമുണ്ടാക്കി. അതുപോലെ തന്നെ നായർ സമുദായത്തിനകത്ത് വിളക്കിത്തല നായരെന്നും ചെക്കാല നായരെന്നും വെളുത്തിടത്ത് നായരെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവാന്തര ഉപവിഭാഗങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം ഏകീകരിച്ചുകൊണ്ട് ഒരൊറ്റ സമുദായമാക്കി മാറ്റിയെടുത്തു. അതുപോലെ ഹിന്ദു മണ്ഡലത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ ഹിന്ദു ഐക്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഉടനെ അത് RSS BJP എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തള്ളി മറിക്കുമല്ലോ. 1949 കൊല്ലത്ത് ഹിന്ദു മണ്ഡലത്തിൻ്റെ സമ്മേളനം നടത്തി. ആര്? മന്നത്ത് പത്മനാഭനും R ശങ്കർ. പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതൊക്കെ ഉണ്ട് ഇവിടെ ചരിത്രത്തിൽ. അപ്പോൾ വലിയ ശ്രമം നടത്തിയിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു R ശങ്കർ, മെമ്പറായിരുന്നു. മന്നത്ത് പത്മനാഭൻ പ്രസിഡൻറ്റും R ശങ്കർ മെമ്പറുമായിരുന്നു. വളരെ വലിയ സൗഹൃദമായിട്ടാണ് SNDPയും NSSും ഒക്കെ പോയിരുന്നത് എല്ലാ കാലത്തും. പക്ഷേ ഇപ്പോൾ സൗഹൃദമില്ല എന്ന് മാത്രമല്ല, അത് ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ തന്നെ താങ്കൾക്കൊരു അലർജിയാണ്, നായന്മാരെന്ന് പറഞ്ഞാലും അലർജിയാണ്. ഇതൊരു ചെറിയ ഒരു വിഭാഗം ആളുകൾ മാത്രം. ഗണേശനെ പോലെ ഉള്ളവരെയാണ് താങ്കൾക്ക് പദ്യം. നല്ല വ്യക്തിയാണ്, നല്ല വ്യക്തിത്വമുള്ള ആളാണ് ഗണേശൻ. അതുകൊണ്ട് ഗണേശനെ പോലുള്ള ആളുകളെ അവിടെ കയറ്റുകയും പുഷ്പാർച്ചന പലവട്ടം അർപ്പിക്കുകയും ആനന്ദബോസിനെ പോലെയുള്ളവരെ കയറ്റാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഡൽഹിയിൽ ഇതുപോലെ ഒരു സ്മൃതി മണ്ഡപം വരുന്നത്. അവിടെ മനോഹരമായ സ്മൃതി മണ്ഡപമാണ് വരുന്നത് കേൾക്കുന്നു. ഇനി ഡൽഹിയിൽ എപ്പോഴെങ്കിലും പോകാൻ അവസരം കിട്ടുമെങ്കിൽ ആ സ്മൃതി മണ്ഡപത്തിൽ പോയിട്ടെങ്കിലും ആചാര്യന് പുഷ്പം അർപ്പിക്കാനൊരു ശ്രമം നടത്തുന്നതാണ്. എന്തായാലും ഇത് ഏതെങ്കിലും കരയോഗക്കാരോ ഇനി ഈ സുകുമാരൻ നായർക്കോ ഈ വീഡിയോ ആരിൽ അയച്ചു കൊടുക്കുക കാണുകയും ചെയ്യുകയാണെങ്കിൽ ഒരവസരം തരിക. പിന്നെ പെരുന്നയിൽ മന്നത്താചാര്യനെ കാണാൻ അവിടുത്തെ പ്രതിമയിൽ അല്ലെങ്കിൽ അവിടുത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, കുറച്ച് പുഷ്പങ്ങൾ അർപ്പിക്കാൻ. അല്ലാതെ പോയി ചോദിച്ചാൽ തന്നില്ലെങ്കിൽ വലിയ നാണക്കേടായി പോവും. അതുകൊണ്ടാണ് നേരിട്ട് ചോദിക്കാത്തത്.